വെക്കേഷൻ ആയതുകൊണ്ട് മോളും മോനൊക്കെ വീട്ടിലാണ്. അപ്പോൾ വീട്ടിൽ നിന്നാണ് ഞാൻ ഇനി കുറച്ച് ദിവസം പോരുന്നത്. അപ്പോൾ വിഷുവിൻ്റെ ഇതിൽ അങ്ങനെ പോകുന്നതാണ് ഞങ്ങൾ വിരുന്ന്. തേജുട്ടിന് പിന്നെ ഇവിടെ തന്നെയാണ്. ഓന് ഈ മാർച്ച് 30 വന്നതാണ് ഓന്. പിന്നെ പോന്നിട്ട് തന്നെ അല്ല. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഒരു ഷോപ്പ്. അപ്പോൾ ഇതിൻ്റെ പൊടിയും കാര്യങ്ങളും തട്ടുക, ക്ലീൻ ചെയ്യുക, അത്ര തന്നെ. ഇതാണ് മെയിൻ പണി. സംഭവം എന്താ സുഖമല്ലേ? വീട്ടിലാണെങ്കിൽ നിന്നാൽ പെരും ചൂടാണ്. ഇവിടെ വന്നാൽ എന്താ നല്ല AC-ൻ്റെ തണുപ്പും കൊണ്ട് അങ്ങനെ പൊടിയും തട്ടി അങ്ങനെ നിൽക്കുക. എന്താല്ലേ നല്ല സുഖമാണ്. ഞായറാഴ്ച ഇന്നലെ വീട്ടിൽ നിന്നപ്പോൾ പിന്നെ എന്നെ മതിയായിന്. എന്തൊരു ചൂടാണോ. അപ്പം ഞാൻ കരുതി പോയാൽ മതിയെന്ന് ഷോപ്പിക്ക് ചെയ്യുന്നു. അപ്പം എന്തായാലും ഒരു ദിവസം ലീവ് എടുക്കരുത്, അങ്ങനെ ലീവ് എടുത്തതായിരുന്നു. കട്ട ചൂട്. നമ്മളെ പണി വേഗം കഴിഞ്ഞ് നമുക്ക് പോവാട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറെ ലിവേഴ്സിൻ്റെ ഒരു ഷോപ്പുണ്ട്. അവിടെയും തന്നെ ഈ ഡ്രസ്സുകളൊക്കെ അടുക്കി പെറുക്കി വെച്ചതൊക്കെ ഒന്ന് പൊടി തട്ടി, പൊടിയൊന്നും ഉണ്ടാവില്ല, എന്നാലും അതിങ്ങനെ അങ്ങോട്ടും കൂടെ തട്ടി മിനിക്കും അങ്ങനെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. അപ്പോൾ ചെറിയ പണികൾ. അപ്പോൾ ഇന്ന് ഞാൻ പോണ വഴിയിൽ, അതായത് മഞ്ചേരിക്ക് ഇപ്പോൾ ഇവിടുന്ന് ഒരു ബസ് കയറിയിട്ട് അവിടുന്ന് ഒരു ബസ് തറക്കൽ ബസ്സിൽ കയറണം. അപ്പോൾ തറക്കൽക്കുടമുള്ള ബസ്സിൽ കയറണം. അപ്പോൾ കീശ്ശേരി ബസ്സിനാണ് ഞാൻ കാത്തിക്കണത്. അപ്പോൾ ഒരു ആൾ വന്നിട്ട് MC വ്ളോഗല്ലേ ചോദിച്ചു. അത് കേട്ടപ്പോഴേക്ക് സന്തോഷമായി. പക്ഷെ ബസ് എടുക്കാനായി ആളോടൊന്നും സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. എനിക്ക് ആകെ അത്ഭുതമായിട്ടോ അങ്ങനെ ചോദിച്ചപ്പോൾ. അപ്പം എന്തായാലും ആളത് കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കയറിയ ബസ് തന്നെയാണ് ആൾ കയറിയിട്ടുള്ളത്. കീശ്ശേരി ആ ഭാഗത്തേക്കുള്ള ആളാവും, ഒരു താത്തയാണ്. അപ്പോൾ ഒരുപാട് സ്നേഹം. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ കേട്ടോ. അമ്മക്ക് ഉണ്ടാക്കി തന്ന ആ ഒരു ഫുഡാണ്. അച്ചാറുണ്ട്, പിന്നെ എന്തായാലും മത്തൻ്റെ ഇല താളിച്ചത് ഇതിലുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു സംഭവം കണ്ടപ്പോഴേ നമ്മളെ ആ ഒരു സ്കൂൾ കാലം, കോളേജ്, ആ ഒരു ലൈഫാണ് ഓർമ്മ വന്നത്. അമ്മ ഉണ്ടാക്കി തരാൻ നമ്മളത് കൊണ്ടുപോവുക, കഴിക്കുക, നല്ലൊരു ഫീൽ ചെയ്യുന്നു കേട്ടോ. എന്തായാലും അമ്മമാരുണ്ടാക്കി തന്നെ ആ ഒരു ലഞ്ച് ബോക്സ് ഒരു പ്രാവശ്യം കൂടി കൊണ്ടുപോകാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടോ. അപ്പോൾ നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയാണല്ലോ. ഇപ്പോൾ ആ ഒരു ഇതിന്ന് ചെറിയൊരു മാറ്റം. അമ്മ ഉണ്ടാക്കി തരുന്നത് വെക്കേഷൻ ആണെങ്കിൽ വിരുന്ന് വന്ന ആ ഒരു സ്ഥിതിക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റി. ആഹോ സന്തോഷം. ഫുഡ് കഴിക്കാൻ നേരമൊന്നുമില്ല കേട്ടോ. ഞാനൊരു 11:30 ഞാൻ കഴിച്ചിട്ടുണ്ട്. വിശപ്പുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ നമ്മളെ കുഴപ്പം കാര്യമൊക്കെ മാറി സാവധാനം എടുത്താൽ മതി. നല്ല വെയിലായി കഴിഞ്ഞാൽ നല്ല ആ ഒരു മുകളിലത്തെ ഫ്ലോർ ഭയങ്കര ചൂടാണ് കേട്ടോ. അവിടേക്ക് AC ഒന്നുമില്ല, ഗോഡൗൺ ആണ്, അവിടെ ഫുഡ് കഴിക്കുന്ന ഏരിയയാണ്. അപ്പോൾ അവിടെ നല്ല ചൂടാവും. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ കഴിച്ചും ചെയ്തു. പിന്നെ അതുപോലെ വിശപ്പും വന്നു. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ഒരു ഷോപ്പിൽ നിന്ന് കുറച്ചടുത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പ്. അപ്പോൾ ഇവിടേക്ക് നടന്ന് പോന്ന് ഇവിടുത്തെ സംഭവങ്ങളും പണികളൊക്കെ എടുത്ത ശേഷം പിന്നെ നമ്മൾ നേരെ ഇവിടുന്ന് ബസ് കയറി മഞ്ചേരി സ്റ്റാൻഡിലോട്ട്, അതായത് നമ്മൾ പാണ്ടിക്കാട് ബസ്സും നിലമ്പൂർ ബസ്സൊക്കെ നിർത്തിയിരുന്ന ആ ഒരു സ്റ്റാൻഡിലേക്കാണ് പോയിട്ടോ. ലിവേഴ്സ് അതാണ് കേട്ടോ ഞാൻ രണ്ടാമത് വർക്ക് ചെയ്യണത്. അതും ഇതേപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പൊടിയിട്ട് ലെവലാക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുഞ്ഞു പണികൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാൻഡിലെത്തി ബസ്സും കാര്യങ്ങളൊക്കെ കാത്തിക്കണ പരിപാടിയാണ്. ഈ ഒരു പണീന് സുഖം എന്ന് പറഞ്ഞാൽ എന്താണോ, ഒരു 10 മണിക്ക് എത്തിയാൽ നമ്മളെ പണി കഴിഞ്ഞ് നമുക്ക് വേഗം പോരാ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ 9 മണി മുതൽ അതുപോലെ 5 മണി വരെയുള്ള ആ ഒരു പണിയൊന്നും എനിക്ക് ശരിയാവില്ല. ഇതാവുമ്പോൾ എന്താണോ, നമ്മളെ മക്കളെ കാര്യങ്ങളും നടക്കും, നമ്മളെ വീട്ടിലത്തെ പണികളും നടക്കും, എല്ലാം നടക്കും. അങ്ങനെ വന്ന പാടെ ബസ് കിട്ടി ഞാൻ നാട്ടിലെത്തി, അതായത് നമ്മൾ വീട്ടിലെത്തി. വന്ന പാടെ ഞാൻ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഫുഡ് മെയിനാണ് കേട്ടോ. വിശപ്പ് അടുത്ത് കൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കാണുന്നത്. പിന്നെ 4 മണിയായി. നമ്മൾ 4 മണി ആയിന് കേട്ടോ. 4:30 ആയപ്പോൾ ഞാൻ എത്തിയ പാടെ ചോറുണ്ടു. പിന്നെ ഒരു 5:30 ആയപ്പോൾ പിന്നെ ഞങ്ങളെ ചായ കുടിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ. പിന്നെന്താ, ഫുഡായിന്, അമ്മ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഒരു ഗ്രില്ലഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള പരിപാടി കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നിപ്പോൾ ഞങ്ങൾ കുറച്ച് ചാർക്കോളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗ്രില്ല് മേടിച്ചിട്ട് കുറേ ആയി. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഗ്രില്ല് ഉണ്ടാക്കണ പരിപാടിയാണ്. അപ്പോൾ നന്ദു ചാർക്കോളൊക്കെ കത്തിച്ച് സെറ്റാക്കണുണ്ട്. ആൾ കത്തി കിട്ടാൻ കുറച്ച് പാടാണ്. ഞങ്ങൾ കർപ്പൂരം മറ്റുമൊക്കെ കത്തിച്ച് അങ്ങനെ കത്തിച്ചെടുക്കുകയാണ് ആളെ. ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്. എന്തായാലും കാണാം. എന്തായാലും വെക്കേഷൻ അല്ലേ, അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി, നമുക്കും അതൊക്കെ ഒരു രസമല്ലേ.
അപ്പം അങ്ങനെ ഒരു വെറൈറ്റി പിടിക്കാന്ന് വെച്ച് അങ്ങനെ ട്രൈ ആക്കിയതാണ് ഞങ്ങൾ. കുറേ കാലം ഇങ്ങനെ ഉണ്ടാക്കണം എന്നിങ്ങനെ പറയണം. പിന്നെ ചാർക്കോൾ ഇല്ലാതെ നടക്കൂലല്ലോ. അപ്പോൾ എന്തായാലും ആൾ കത്തിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശമൊക്കെ ഒന്ന് കത്തി ലെവലായി വരുന്നുണ്ട്. എന്തായാലും മുഴുവനായിട്ട് കത്തണമല്ലോ, കനൽ വേണമല്ലോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നമ്മൾ ഗ്രില്ലിൽ ആ ഒരു ഗ്രില്ലുമൊക്കെ വെച്ച് അങ്ങനെ നമ്മൾ ആ ഒരു കനലിൽ ചുട്ടെടുക്കുകയാണ്. ഗ്രില്ലഡ് ചിക്കനായി എടുക്കുകയാണ്. ഗ്രില്ലഡ് ചിക്കനൊക്കെ വെന്ത് തിന്ന് നേരം വെളുത്തുട്ടോ, അത് വേറെ കാര്യം. നേരം വെളുത്തപ്പോൾ നമ്മളെ പത്തിരി ചിക്കൻ കറിയും ഗ്രില്ലിനുള്ള ഒരു ചിക്കനും മേടിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ കറി വെക്കാനൊരു കോഴിയും മേടിച്ചിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ കുറച്ച് മാങ്ങയും കിട്ടിയിട്ടുണ്ടായിരുന്നു. മാങ്ങ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മേലെ ഒരു മൂച്ചിയുണ്ട്. അപ്പം ആ മൂച്ചിക്കൊമ്പ് വീണിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ രാവിലെ അവനി അമ്മും കൂടെ പോയി കുറേ മാങ്ങ കവറിലാക്കി കൊടുന്നു. ഞങ്ങളിവിടെ എങ്ങനെയാണ് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയത് ലാസ്റ്റ് ഞങ്ങൾക്ക് പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും കിട്ടൂല. അത് ഞങ്ങളൊരു നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ തന്നെ തിന്ന് തീർക്കും. അതിനെങ്ങനെയാണ് വേകുമ്പോൾ തന്നെ പിന്നാലെ വന്ന് എന്തോ ചോദിച്ച് നടക്കും. തേജുട്ടനൊന്നും ഒരു സ്വൈരം തരില്ല. പിന്നെ ഇപ്പം എങ്ങനെയാണ് തിന്നണൊക്കെ വീഡിയോ എടുക്കാൻ നേരം ഉണ്ടാവുക? നേരം ഉണ്ടെങ്കിൽ അതൊന്ന് ശരിക്കും മാനം വഴിക്ക് കിട്ടാനല്ല വീഡിയോ എടുക്കാൻ, എന്നിട്ടല്ലേ ഇപ്പോൾ. അപ്പം എന്തായാലും ഞങ്ങൾ ആ ഒരു ഗ്രില്ലഡ് ചിക്കനൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആർക്കും തികഞ്ഞില്ല.